CIET NCERT അവതരിപ്പിക്കുന്ന പരിപാടി അപകടകാരിയായ പാമ്പ്. എല്ലാ വൈകുന്നേരങ്ങളിലെയും പോലെ ഇന്നും ഫൂൽമതി ഭക്ഷണമുണ്ടാക്കുവാനുള്ള പാത്രമെടുക്കാൻ പോയി. അപ്പോൾ അവളുടെ പാദം ഒരു പാമ്പിന്റെ വാലിൽ ചവിട്ടി. സ്വന്തം രക്ഷയ്ക്കായി പാമ്പ് അവളെ കടിച്ചു. എന്താ പറഞ്ഞത്? ഫൂൽമതിയെ പാമ്പ് കടിച്ചെന്നോ? അതെ ചേട്ടാ, വേഗം വരൂ. ഈശ്വര, അവളെ കാത്തോളണേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജഗേസർ വീട്ടിലേക്ക് ഓടി. ജഗേസർ വീടിന്റെ വാതിൽക്കൽ നിന്നിരുന്ന ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി അകത്തു കടന്നു. മിട്ടു അമ്മാവൻ കടിയേറ്റ പാടിന് മുകളിൽ ഒരു ടവൽ മുറുകെ കെട്ടിയിരുന്നു. ഫൂൽമതി അബോധാവസ്ഥയിലായി. ജഗേസർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു എന്തു ചെയ്യണമെന്ന്. ഈ ധർമ്മസങ്കടത്തിൽ എല്ലാവരും കൂടി അവളെ ഗ്രാമത്തിലെ ഗണേശി ഓജയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഓജ ഒരു മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഓം ഹ്രീം ശ്രീം. പക്ഷേ ഫൂൽമതിയുടെ ശരീരത്തിൽ ഒരനക്കവും ഉണ്ടായില്ല. തുടർന്ന് ഓജ അവളുടെ വായിൽ കഷായമൊഴിക്കാൻ ശ്രമിച്ചെങ്കിലും പല്ലുകൾ ഇറുക്കി പിടിച്ചതിനാൽ കഷായം മുഴുവൻ പുറത്തേക്കൊഴുകി. ഇപ്പോൾ ഓജ തൻ്റെ ബാഗിൽ നിന്ന് ഒരു കറുത്ത നിറമുള്ള മരുന്നുകുപ്പി പുറത്തെടുത്തു. മരുന്ന് ഫൂൽമതിയുടെ മൂക്കിലൊഴിക്കാനായി മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ ശബ്ദം മുഴങ്ങിക്കേട്ടു. നിൽക്കൂ, എന്താണ് ചെയ്യുന്നത് നിങ്ങൾ? ഓജ ഞെട്ടിപ്പോയി. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താണ് ചെയ്യുന്നത് നിങ്ങൾ? അവിടെ രേഖ നിൽപ്പുണ്ടായിരുന്നു. രേഖ ഗ്രാമത്തിലെ സർപ്പഞ്ചിന്റെ മകളായിരുന്നു. അവൾ നഗരത്തിൽ പഠിക്കുകയായിരുന്നു. പാമ്പുകളെക്കുറിച്ചും മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചും അവൾക്ക് നല്ല അറിവുണ്ടായിരുന്നു. ഇത്തരത്തിൽ അമ്മായിക്ക് ഒരിക്കലും സുഖം പ്രാപിക്കാനാവില്ല. അവരെ വേഗം ആശുപത്രിയിൽ എത്തിക്കൂ. എന്തുകൊണ്ട് സുഖം പ്രാപിക്കില്ല? ആശുപത്രിയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരായിരിക്കും ഉത്തരവാദി? മിട്ടു അമ്മാവൻ പറഞ്ഞത് കേട്ട് ഓജ കത്തുന്ന കണ്ണുകളോടെ രേഖയെ നോക്കി. എന്നാൽ രേഖ വാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ. അമ്മായിക്ക് ശരിയായ ചികിത്സ ആശുപത്രിയിൽ മാത്രമേ ലഭിക്കൂ. ഇനി കൂടുതൽ വൈകിക്കരുത്. ആ രേഖ, നീ ശരിയാണ് പറയുന്നത്. ഒരു തവണ ഡോക്ടറെ കാണിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ആ, വരൂ. സമയം കളയാതെ അവരെ അയൽ ഗ്രാമത്തിലെ സാമുദായിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകാം. സാമുദായിക കേന്ദ്രത്തിലെത്തിയ ഉടനെ രേഖ എമർജൻസി വാർഡിൽ വിവരമറിയിക്കുകയും ഫൂൽമതിയെ അഡ്മിറ്റ് ചെയ്യിക്കുകയും ചെയ്തു. നോക്കൂ, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ചികിത്സ പൂർത്തിയാകുന്നതുവരെ ആ കാണുന്ന ഹാളിൽ പോയിരിക്കൂ. ശരി ഡോക്ടർ സാർ. അതെ, ഇവരെ കടിച്ച പാമ്പിനെ നിങ്ങളിൽ ആരെങ്കിലും കണ്ടിരുന്നോ? ആ ഡോക്ടർ സാർ, അതൊരു കറുത്ത നിറമുള്ള വണ്ണമില്ലാത്ത പാമ്പായിരുന്നു. ഇതിനർത്ഥം അതൊരു കോമൺ ക്രേറ്റ് ആയിരുന്നു. ഡോക്ടർ സാർ ചികിത്സ ആരംഭിച്ച് ഫൂൽമതിക്ക് ആന്റിവെനം ഇഞ്ചക്ഷൻ നൽകി. അപ്പോഴേക്കും സന്ധ്യ രാത്രിയായി മാറിയിരുന്നു. എങ്കിലും എല്ലാവരും ഉറച്ചു നിൽക്കുകയായിരുന്നു. എല്ലാത്തിനുമുപരി ഇത് ഗ്രാമത്തിന്റെ കാര്യമായിരുന്നല്ലോ. ക്രമേണ ഫൂൽമതിയുടെ അവസ്ഥ മെച്ചപ്പെടാൻ തുടങ്ങി. അവർ ബോധം വീണ്ടെടുത്തു. നിങ്ങൾ ഇവരെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഈ രോഗി മരിച്ചു പോകുമായിരുന്നു. ആ ഡോക്ടർ സാർ. വാസ്തവത്തിൽ നിങ്ങൾ പാമ്പുകളുടെ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. പാമ്പ് പലപ്പോഴും ഉയരമുള്ള പുല്ല്, ചിതറിക്കിടക്കുന്ന വളച്ചാക്കുകൾ, ഉണങ്ങിയ ഇലകൾ, കമ്പുകൾ, ചാണക കൂമ്പാരങ്ങൾ എന്നിവിടങ്ങളിലാണ് വസിക്കുന്നത്. അതിനാൽ സ്വന്തം സുരക്ഷയ്ക്കായി നിങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലും നോക്കാവുന്നതാണ്. ആ ഡോക്ടർ സാർ. പിന്നെ എപ്പോഴെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുക്കൽ പോകുന്നതിനു പകരം ആരോഗ്യ കേന്ദ്രത്തിൽ പോവുക. മനസ്സിലായി ഡോക്ടർ സാർ. മിട്ടു അമ്മാവൻ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് പാമ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരയാൻ തുടങ്ങി. ഇന്ത്യയിൽ പാമ്പുകളുടെ 276 ഇനങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിൽ ഏകദേശം 60 ഇനങ്ങൾ വിഷമുള്ളവയാണ്. ഇവയിൽ മിക്കവാറും കോമൺ ക്രേറ്റ്, കോബ്ര, വൈപ്പർ എന്നിവയാണ് നമ്മുടെ ചുറ്റുപാടും കാണാൻ കിട്ടുന്നത്. ഫൂൽമതിക്ക് ഇപ്പോൾ മുൻപത്തേക്കാൾ ഭേദമുള്ളതായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവർ ഡോക്ടർ സാറിന് നന്ദി പറഞ്ഞ് ജഗേസറിനും രേഖയ്ക്കും മറ്റ് ഗ്രാമീണർക്കുമൊപ്പം വീട്ടിലേക്ക് പുറപ്പെട്ടു. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് NCERT അവതരിപ്പിക്കുന്ന പരിപാടി അപകടകാരിയായ പാമ്പ്.
വിവർത്തനവും റെക്കോർഡിംഗ് സംവിധാനവും ക്ലാപ്പർ എന്റർടൈൻമെന്റ്. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ഉഷ ശർമ്മ. അക്കാഡമിക് സപ്പോർട്ട് യചന ഗുപ്ത.